ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഫുഡ് അടിക്കാൻ വന്നപ്പോൾ നമുക്ക് നല്ല സോയാബീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. സോയാബീൻ കറി വെച്ചാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. സോയാബീൻ കറി വയ്ക്കാൻ തന്നെ ബീഫ് വരട്ടി പോലെയാണ് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്കൊന്ന് ചോറ് കഴിച്ച് പോകാം. അപ്പോൾ നമുക്ക് നല്ല ചോറ് എടുത്തിട്ടുണ്ട്, ചൂടുള്ള ചോറ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ല മുളക് വറുത്തുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു 3-4 പപ്പടം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ പയറും കവിപ്പേരിയും നമ്മുടെ മെയിൻ സ്പെഷ്യൽ സോയാബീൻ കറിയാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനായിട്ട് നമുക്ക് സാമ്പാർ എടുക്കാം കേട്ടോ. സാമ്പാറിന് എടുത്തേക്കണം. അപ്പോൾ നമ്മുടെ ഇതൊക്കെ കൂടി നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് അടിയുടെ സാധനങ്ങൾ കേട്ടോ. വലിയ സ്പെഷ്യലൊന്നും ഇല്ലെങ്കിലും സോയാബീൻ നൈസാണ്. അപ്പോൾ അത് കൂട്ടി നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമുക്കിതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് മിക്സ് ചെയ്തൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. സോയാബീൻ കറി എങ്ങനെയുണ്ടെന്ന് നോക്കാം. സംഗതി ഇതൊക്കെ മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. സോയാബീൻ കറി ഒന്നും വിചാരിച്ചകളും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. രക്ഷയില്ലേ. പപ്പടമൊക്കെ കൂട്ടി ഈ മുളകും ഉണക്കമുളകും എല്ലാം കൂട്ടി കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. പിന്നെ ഒന്നും പറയാനില്ലാത്ത നമ്മുടെ ഈ സോയാബീൻ കറി ബീഫ് വയ്ക്കണ അതേ സ്റ്റൈലിലാണ് വെച്ചാണ്. സോയാബീൻ വറുത്ത് മസാല ഉണ്ടാക്കി അതിലിട്ട് മിക്സ് ചെയ്തിട്ട് സിമ്പിളായിട്ട് ചെയ്തേക്കണം. നമ്മൾ സാധാ ബീഫിൻ്റെ ഒരു ഡ്യൂപ്പ് തന്നെ പറയാം. ഇത് കൂട്ടി ചോറാൻ തന്നെ എന്ത് ടേസ്റ്റാണെന്ന് അറിയും. അപ്പോൾ ഈ മുളകും എല്ലാം ഒരു ഹൈലൈറ്റ് ആയിരുന്നു. നമുക്ക് കുറച്ച് മോര് കൂടി ഉണ്ടെങ്കിൽ രക്ഷയില്ല പൊരിച്ചാനെ. പക്ഷെ ഇത് നന്നായിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്തോളൂ. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.